നമസ്തേ. പ്രാണിക് എനർജിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ കൈകൾക്കിടയിൽ ഈ പ്രാണിക് എനർജി സെൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ വീഡിയോ. അതിനുശേഷം ഈ പ്രാണിക് എനർജി ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് മറ്റൊരു ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു പ്രാണിക് വേൾഡ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് ഇതിലേക്കൊക്കെ എങ്ങനെയാണ് നമ്മൾക്കൊരു ആക്സസ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസിന്റെ സപ്പോർട്ടോടുകൂടി ക്രിയേറ്റിവിറ്റി നമ്മളുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവന്ന് നമ്മൾക്കത് ആക്ച്വൽ പ്രാക്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നതിനെ കുറിച്ച് മറ്റൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ട സമയത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു. അതിൽ കൂടുതലായിട്ടും ചോദിച്ചൊരു സംശയം ഈ പ്രാണിക് എനർജി ഉപയോഗിച്ചിട്ടുള്ള ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ പ്രാണിക് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അത് അൺഹെൽത്തി ആണ്. അതായത് അത് ചെയ്യുന്ന സമയത്ത് അത് വേറൊരാളിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അയാളുടെ അസുഖത്തിന്റെ സൈൻ ആൻഡ് സിംറ്റംസ്, സൈനും സിംറ്റവും വ്യത്യസ്തമാണ്. സൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നത്, സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അനുഭവിക്കുന്നത്. ഈ കാര്യങ്ങളെ മായ്ച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ റൂട്ട് നമ്മൾ പിഴുതെടുക്കുന്നില്ല എന്നുള്ള ഒരു തത്വശാസ്ത്രത്തെ കുറിച്ചാണ് എനിക്ക് ഒന്നാമതായിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായത്. ഇതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഈ പ്രാണിക് എനർജി എന്ന് പറയുന്നത് എല്ലാവർക്കും നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഒന്ന്. ഇതൊരു ചൈൽഡിഷ് മൈൻഡ് സെറ്റോട് കൂടി എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു സാധനമല്ല എന്നുള്ളത് രണ്ട്. ചില ആളുകൾക്ക് ഹീലേഴ്സ് ആകാനായിട്ട് യൂണിവേഴ്സൽ കോൾ ഉണ്ടാകും. ഇവർ അതിനെ തിരിച്ചറിയുകയും ഇവർ മറ്റുള്ളവരിലേക്ക് ഈ എനർജി സെൻഡ് ചെയ്തു എന്ന് കരുതി യാതൊരു പ്രശ്നവുമില്ല. ഒരിക്കലും പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു അസുഖമുള്ള ആളോട് അതിന്റെ ചികിത്സ എടുക്കാതെ, ആ ചികിത്സ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിസിക്കൽ എക്സസൈസ് ആയിരിക്കും, ചിലപ്പോൾ യോഗയായിരിക്കും, ചിലപ്പോൾ അത് മെഡിക്കൽ സയന്റിഫിക് മെഡിസിന്റെ ചികിത്സ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ബേസിലുള്ള ചികിത്സയായിരിക്കും. ഇത് മാറ്റിയിട്ട് ഞാൻ ഇതുകൊണ്ട് സുഖപ്പെടുത്താമെന്ന് പറയാൻ പാടില്ല. കാരണം ഇത് വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. ബട്ട് ഇത് സെലക്റ്റഡ് പീപ്പിളിലൂടെ സെലക്റ്റഡ് പീപ്പിളിൽ മാത്രമേ വർക്ക് ആവുകയുള്ളൂ. എല്ലായിടത്തും ഈ ആത്മീയ കാര്യങ്ങൾ വർക്കാകും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഇത് സയന്റിഫിക്കലി പ്രൂവൺ അല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റർക്ക് ദർ ഈസ് എ ഡിസിഷൻ. അത് ആ ഒരു ഫ്ലോയ്ക്ക്, കോസ്മിക് ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകുമ്പോൾ മാത്രമേ അത് നടക്കുകയുള്ളൂ. അത് സെലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളിൽ കൂടെ സെലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളിലേക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക്, ഫോർ എക്സാമ്പിൾ, ഒരാൾ ആവശ്യപ്പെടുകയാണ്, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഓൾറെഡി ഇംഗ്ലീഷ് മരുന്നിന്റെ ചികിത്സ എടുക്കുന്നുണ്ട്, എനിക്കൊരു പ്രാണിക് എനർജിയുടെ തെറാപ്പി ചെയ്തു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുത്തോളൂ, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷേ അവർ ഓൾറെഡി എടുത്തോണ്ടിരിക്കുന്ന ചികിത്സ നിർത്തിയിട്ട് ഇതിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല. കാരണം ഇത് ഡിവൈൻ എനർജിയാണ്. ഡിവൈൻ എനർജിനെ നെഗറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്നതിന് തുല്യമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും യൂണിവേഴ്സിൽ നിന്ന് പിന്നീട് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ സമ്പാദിക്കുക. സംശയങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റൊരു ചോദ്യം വന്നത്, പ്രാണിക് എനർജി ഉപയോഗിച്ച് എന്നെ വെറുക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളെ ഹീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെ വെറുക്കുന്ന ഒരാളിലേക്ക് നിങ്ങൾക്ക് സ്നേഹവും ഈ ഒരു ഡിവൈൻ എനർജിയും സെൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് എത്രയോ വിശാലമാണ്. അപ്പൊ നിങ്ങൾ വേറൊരാളെ വശീകരിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരാളെ വശീകരിക്കാൻ ഇത് ഉപയോഗിക്കരുത്. മറിച്ച് ഒരാളിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, ലവ് സെൻഡ് ചെയ്യുകയും അയാൾ ചിലപ്പോൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതും ദേഷ്യപ്പെടുന്നതും കുറയ്ക്കുകയും ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്തു എന്നൊക്കെ വരാം. അത് മുകളിൽ നിന്നുള്ള ഡിസിഷനാണ്. യു ആർ ജസ്റ്റ് വർക്കിംഗ് ആസ് എ ടൂൾ. അപ്പൊ നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ചില സെൽഫിഷ് നീഡ്സ് ഉണ്ടായിരിക്കും, അതിനുവേണ്ടി ഉപയോഗിക്കരുത്. ഫോർ എക്സാമ്പിൾ, അന്യന്റെ കയ്യിലിരിക്കുന്ന പണം എന്നിലേക്ക് വരാൻ, അങ്ങനെ ഇത് ചെയ്യരുത്. മറിച്ച് എന്നിലേക്ക് പണം വരാൻ എനിക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ യൂണിവേഴ്സൽ ആക്സസ് എനിക്ക് കിട്ടുകയും ക്രിയേറ്റിവിറ്റി എന്നിൽ എൻഹാൻസ്ഡ് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആകുകയും അതുവഴി എനിക്ക് കർമ്മം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയും ഈ കർമ്മത്തിന്റെ റിസൾട്ടായിട്ട്, അതായത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷന് യൂണിവേഴ്സിൽ നിന്ന് ഇംപ്രഷൻ കിട്ടുകയും അത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫിനാൻഷ്യൽ വെൽത്ത് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ പ്രാണിക് എനർജിയുടെ അടിസ്ഥാനത്തിൽ ഹീലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും സെൽഫ് ഗ്രോത്തിനായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും മനസ്സിലാക്കുക. ചില ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ചക്ര മെഡിറ്റേഷൻ, ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻ എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ചക്ര മെഡിറ്റേഷൻ എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യരുത്. കാരണം ഞാൻ പറയാറുണ്ട്, നമ്മുടെ വീഡിയോ ഒന്നും ഫോഴ്സ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രെസ് എടുത്തോ ചെയ്യേണ്ട കാര്യമല്ല, ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ടൈപ്പ് നമുക്ക് അൺകംഫർട്ടബിളോ അല്ലെങ്കിൽ അൺഫിറ്റോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേറൊരു ടൈപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അതിന് അങ്ങനെ പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നുമില്ല.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നിങ്ങളുടെ വെൽബീയിങ്ങിൽ എത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പല ആളുകളും എൻ്റെ അടുത്തൊരു കൺസൾട്ടേഷൻ ചോദിച്ചു വരാറുണ്ട്. അപ്പൊ നിലവിൽ ചില സ്പിരിച്വൽ റീസൺസ് ഉള്ളത് കൊണ്ട് ഞാൻ ഫോൺ വഴിയുള്ള സംശയങ്ങൾ തീർക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ കോള് വഴിയാണെങ്കിലോ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒന്നും യാതൊരു കൺസൾട്ടേഷനോ അപ്പോയിന്റ്മെന്റ്സോ മീറ്റിംഗോ ഓഫ്ലൈൻ പ്രോഗ്രാംസോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിൽ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പേര് വരാറുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോകളിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നത്. അതിലൊരു വാട്സപ്പ് മെസ്സേജ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റീപ്ലൈ വരും. അതിലൊരു ലിങ്ക് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും യൂണിവേഴ്സ് എന്നെ അനുവദിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മീറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കും. താല്പര്യമുള്ളവർക്ക് മീറ്റ് ചെയ്യാം. സോ പല ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ ചുരുക്കി പറഞ്ഞ കാര്യങ്ങളാണിത്. നമ്മുടെ എല്ലാവരുടെയും ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം നന്നാകുക, സ്വയം ശക്തിപ്പെടുക. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലോകം നന്നാക്കണമെങ്കിൽ ആദ്യം സ്വയം നന്നാക്കുക, എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരേക്കും ഇത് പറഞ്ഞു കൊടുക്കുക, ആദ്യം സ്വയം നന്നാകാൻ. അപ്പൊ കുടുംബം നന്നാകും. എല്ലാ കുടുംബവും നന്നായി കഴിഞ്ഞാൽ സമൂഹം നന്നാകും. അപ്പൊ നല്ലൊരു നാളെ, ഈ ഒരു കെയോട്ടിക് ആയിട്ടുള്ള കലിയുഗത്തിന് ശേഷം നല്ലൊരു നാളെ ഉണ്ടാകട്ടെ എന്നുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇത് ആത്മീയ മേഖലയിൽ മാത്രമല്ല, ആത്മീയ മേഖലയിൽ വളർച്ച ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും ആ വളർച്ച റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മളുടെ പ്രകൃതിയെയും സ്നേഹിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിർത്തി നമുക്ക് പ്രകൃതി, മനുഷ്യന്റെ ആരോഗ്യം, ആത്മീയമായിട്ടുള്ള വളർച്ച, പ്രോസ്പിരിറ്റി, ഇത് ജാതി മത രാഷ്ട്രഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഞാനൊരു ഭാരതീയനാണ്. ഭാരതീയമായിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ട് ഞാൻ കാണുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം, ലോകമേ തറവാട് എന്നുള്ളതും, അതുപോലെ തന്നെ ഏത് സെമറ്റിക് റിലീജിയൻസ് പഠിപ്പിക്കുന്ന രീതിയിൽ നോക്കിയാലും ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യുവർ ഹാർട്ട്. നിങ്ങളിലൂടെ അല്ലാതെ, എന്നിലൂടെ അല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ എത്താനായിട്ട് സാധിക്കുകയില്ല. ആരാണ് ഈ ഞാൻ? ഐ ആം. സോ അഹം ബ്രഹ്മാസ്മി തത്വമസി. നമസ്തേ.